ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പോൾ നമ്മുടെ CSEBയുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എക്സാം ഇങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ രീതിയിൽ. ഓവറോൾ നമ്മൾ എക്സാമിനെ പറ്റി ചോദിച്ച സമയത്ത് പലർക്കും പല അഭിപ്രായങ്ങൾ. കൂടുതലും കുറച്ച് ടഫായിരുന്നു എന്നുള്ള ഏരിയ, അതായത് ഇപ്പോൾ മാത്സ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റ് ടഫായിരുന്നു, എന്നാൽ അതിൽ ഫുൾ മാർക്ക് വാങ്ങിയ ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സംശയങ്ങളായിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ സാറേ, എന്തൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ? നമ്മുടെ സംശയങ്ങളല്ല സാറേ, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഡിഗ്രി അതുപോലെ തന്നെ അതായത് ബികോം കോർപ്പറേഷൻ അതുപോലെ JDC പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുകളുണ്ട്. എങ്ങനെയാണ് CSEB എക്സാമിന് തയ്യാറെടുക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഒന്നാമത്തെ സംശയം. അപ്പൊ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന എക്സാം വർഷത്തിൽ ഒരു 3 എക്സാം ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ തവണ മുതൽ നമുക്ക് എന്താണ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 3 എക്സാമുകൾ നടക്കുന്ന രീതിയിലേക്ക് പുതിയൊരു പാറ്റേണിലോട്ട് വന്നിരിക്കുകയാണ്. സാർ, അതൊക്കെ നമുക്കൊന്ന് എഴുതി കാണിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ എന്റെ ഒരു സംശയം സാറോട് ചോദിക്കാം. സാറേ, നമ്മളെ സിലബസ് എന്തൊക്കെയാണ്? സിലബസിനെ പറ്റി സാറിന് പറയണം, എന്തൊക്കെയാ പറയാൻ പറ്റുക? നമ്മളെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻസി 20 മാർക്ക്, അക്കൗണ്ടൻസിക്ക് 20 മാർക്ക്, ബാങ്കിങ്ങിന് 20 മാർക്ക് ഉണ്ട്. അതുപോലെ കോർപ്പറേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ലോ 15 മാർക്ക് വീതമാണ്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്സ് GK എന്ന് പറയുമ്പോൾ നമുക്ക് 10 മാർക്ക് വീതമാണ്. 15 മാർക്ക്. ഓക്കെ, 10 മാർക്ക് വീതമാണ് നമുക്ക് വരുന്നത്. അപ്പം നമുക്ക് ആകെ 100 മാർക്കിനാണ് എക്സാം വരിക. 90 മിനിറ്റ് സമയമാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു അവരുടെ സംശയം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടോ സാർ? എങ്ങനെയാണ് CSEBയുടെ എക്സാമിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു ലൈവ് ഒക്കെ നടത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ കമന്റിന് ബേസ് ചെയ്ത് നമ്മൾ പറയുകയാണ്, അതായത് ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്തുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാം അറ്റൻഡ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അഥവാ നമുക്ക് അറിയാത്തൊരു ചോദ്യം കൂടി അതിലുണ്ടെന്ന് വെച്ചാൽ ഒരു ലക്കിൽ ചിലപ്പോൾ 2 മാർക്ക് 3 മാർക്ക് കിട്ടാൻ കൂടി സാധ്യത നമുക്കുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സിലബസ് തന്നെയായിരിക്കുമോ വരുന്ന എക്സാമിന്? ഓക്കെ, അപ്പോൾ സിലബസിന് ബേസ് ചെയ്തുകൊണ്ട് CSEBയുടെ സിലബസ് തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത് ഈ ഒരു സിലബസ് തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി മാറി വന്ന സിലബസ് ആണ്, നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത എക്സാമിന് മറ്റൊരു സിലബസ് ഉണ്ടാക്കുക അങ്ങനെയുള്ള ഏരിയയിലേക്കും CSEB കടന്ന് ചിന്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം, വരാൻ പോകുന്ന എക്സാമിനും ഇതേപോലുള്ള സിലബസ് തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റുഡൻസിനെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് സാറിന് എന്താണ് തോന്നുന്നത്? വളരെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ, നമ്മൾ ലൈവിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 2 വർഷം, അപ്പോൾ അത് കഴിഞ്ഞ എക്സാം കൂടെ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചധികമായിട്ട് വന്നിട്ടുണ്ട്, നമുക്കറിയാം അല്ലേ? അതെ, കഴിഞ്ഞ ഓഗസ്റ്റ് 3 നടന്ന എക്സാമിലെ അതേ ചോദ്യങ്ങൾ നമുക്ക് ഈ വരുന്ന ഒക്ടോബർ 12 നടന്ന എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി മനസ്സിലാക്കി പോകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CSEB എക്സാമിന് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന JDC കഴിഞ്ഞ അതുപോലെ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വേറൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ബികോം കോർപ്പറേഷൻ കഴിഞ്ഞ അല്ലെങ്കിൽ JDC കഴിഞ്ഞവർക്ക് CSEB എക്സാം അല്ലാതെ മറ്റ് എന്തൊക്കെ അവസരങ്ങളാണ് ഉള്ളത്? പറയൂ സാർ, എന്തൊക്കെ അവസരങ്ങളുണ്ട്? ബികോം കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലോട്ട് ഇപ്പം PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. JCI ഗാദിയാൻ വില്ലേജ് വരുന്നുണ്ട്. അതുപോലെ KS കാർഡ് അസിസ്റ്റന്റ് വരുന്നു. ഇതൊക്കെ ബികോം കോർപ്പറേഷൻ അല്ല എങ്കിൽ ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് HDC ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. അപ്പൊ ഈ ഒരു എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് അവർക്ക് സംശയം തോന്നാം. CSEBയുടെ സിലബസുമായി ബന്ധപ്പെട്ട് അതിനോട് സാമ്യമുള്ള സിലബസ് തന്നെയാണ് നമുക്ക് എന്തിൽ വരിക, ഈ ഒരു JCI ഗാദിയാൻ വില്ലേജിലും KS കാർഡ് അസിസ്റ്റന്റും വരിക. അപ്പൊ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാനോ അല്ലെങ്കിൽ സിലബസ് വരുവാനോ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക, ഈ ഒരു CSEB എക്സാമിന്റെ പ്രിപ്പറേഷൻസിനോടൊപ്പം തന്നെ അത് മുൻപോട്ട് കൊണ്ടുപോവുക. സിലബസ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പോയിന്റുകൾ നോക്കുവാനുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമുക്ക് നോക്കിയാൽ മതി. അപ്പം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് സാറേ? നവംബർ 10 തീയതിയാണ്.
അപ്പോൾ നമ്മളെ CC-യിൽ നമ്മൾ CSCBക്ക് വേണ്ടി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, അതായത് പല രീതിയിലുണ്ടാവും. ആദ്യമായിട്ട് പഠിച്ചവരുണ്ടാവും, അത് ആദ്യമായിട്ട് പഠിത്തം തുടങ്ങുന്നവരുണ്ടാവാം, അപ്പോൾ പഠിച്ചൊരു ഫ്ലോയിൽ, അതായത് 1-2 പ്രാവശ്യം എഴുതിയവരുണ്ടാവും, അല്ലേ? ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ടാവാം. അതെ, ഗ്യാപ്പ്. ഈ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടാണ് CC-യിലെ ബാച്ചുകൾ, അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് സാറേ നമ്മുടെ പുതിയ ബാച്ചുകൾ? നമ്മളെ 3 മന്ത് ബാച്ചും 6 മന്ത് ബാച്ചും ഉണ്ട്. 6 മന്ത് ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിഗിനേഴ്സ് ബാച്ച് എന്ന രീതിയിലാണ്. കാരണം എന്താ, ഒരു ആദ്യമായിട്ട് ഇരുന്ന ഒരാൾ എന്ന രീതിയിൽ അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ആദ്യം മുതലേ കാര്യങ്ങൾ, ബേസ് മുതലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതെ, ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. അതായത് ബേസ്, മോഡറേറ്റ്, അതേപോലെ തന്നെ ഹൈ ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ എന്ന രീതിയിൽ. അതായത് ഒരു 6 മാസം കൊണ്ട് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നു. 6 മന്ത് 6 മന്ത് 3 മന്ത് ബാച്ചും അതേ കാറ്റഗറി തന്നെയാണ്. പക്ഷെ എന്താ, അവർക്ക് കൂടുതലും ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യും, കൂടുതലായി അവർക്ക് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള കട്ട് ഓഫിൽ നിന്ന്, അതായത് ഇപ്പോഴുള്ള മാർക്കിൽ നിന്ന് അവരെ ഉയർത്തുവാനും കൂടുതലുള്ള ശ്രമങ്ങളാണ് 3 മന്ത് ബാച്ച്. അതായത് കട്ട് ഓഫിന്റെ അടുത്ത് വന്നിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാത്ത ആളുകളെ കട്ട് ഓഫ് മറികടക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് 3 മന്ത് ബാച്ച്. അപ്പം നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സാറേ? എന്തൊക്കെ പ്രത്യേകതകൾ നമ്മുടെ? ഒരുപാട്, അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോഴ്സ് എടുത്തവരുണ്ടാവാം. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സാണ്. അതായത് ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, അതേപോലെ റെക്കോർഡ് ക്ലാസ്സുകളായിക്കോട്ടെ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ആയിക്കോട്ടെ, അതേപോലെ എക്സാമുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മളെ പ്രോഗ്രാമിനുള്ളത്. സോ ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനോ കോഴ്സിൽ ജോയിൻ ചെയ്യാനോ ഒന്നുകിൽ ഞങ്ങളെ ബോർഡ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ത്രൂ നിങ്ങളിലേക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, അല്ലേ സാറേ? അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്